നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അഭിവൃദ്ധി നേടണം, രക്ഷപ്പെടണം, എല്ലാവരും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി കഴിയണം എന്നൊരാഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന 5 പ്രധാന കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒന്ന്, നിങ്ങളുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുക. വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ. അപ്പോൾ ചോദിക്കും അത് എങ്ങനെ ചെയ്യാമെന്ന്. ഭൂരിഭാഗം ആൾക്കാർക്കും ഇവിടെ ഒരു ബെഡ്റൂം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വിൻഡോ ഉണ്ടായിരിക്കും, സൗത്തിലോ വെസ്റ്റിലോ. അതിലെ ഈ വിൻഡോയിൽ ഇതുപോലെ 2 ക്രിസ്റ്റൽ ബോൾ ഹാങ് ചെയ്യാം. എന്നിട്ട് വസ്തുവിന്റെ തെക്കു പടിഞ്ഞാറ് മൂല ഉയർത്തിയിടുക, ഹൈറ്റാക്കി ഇടുക. ഒരു ദിക്കിനെ പറ്റി പറഞ്ഞു. 2, നിങ്ങളുടെ വീടിന് പുറത്ത് വടക്കു പടിഞ്ഞാറ് കോർണറിൽ, വായു കോർണറിൽ 6 പൈപ്പുകളുള്ള ഒരു വിൻചിയം ഹാങ് ചെയ്യുക. 2 ദിക്കിനെ പറ്റി പറഞ്ഞു. 3, നിങ്ങളുടെ വീടിന് പുറത്ത് വടക്ക് വശത്ത് ഒരു മൂവിങ് വാട്ടർ, ഒരു സിമെന്റിലുള്ള ഒരു വലിയ ഒരു ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഒരു ബക്കറ്റ് പോലുള്ള സാധനം അല്ലെങ്കിൽ ഒരു ആമ്പൽക്കുളം പോലുള്ള ഒരെണ്ണം കൊണ്ട് വെക്കുക. ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് അക്വേറിയത്തിൽ കൊടുക്കുന്ന പോലെ ഒരു മോട്ടർ ഇതിനകത്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുക. 3 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുക. അടുത്തത് 4, വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം, അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വെക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികൾ, ചെടികൾ, മരങ്ങൾ എന്നിവ പാടില്ല. വൃത്തിയായി സൂക്ഷിക്കുക. എന്നിട്ട് ഇവിടെ കിണറില്ലാത്തവർക്ക് ഇവിടെ വെള്ളം കൊണ്ടുവരിക, വെള്ളത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരിക. പ്രത്യേകിച്ചും ഭൂമിക്ക് ഒരു കുഴി പോലെ ആക്കിക്കൊണ്ട് അവിടെ വെള്ളം കൊണ്ടുവരിക. 5-മത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു ചെടികൾ വെച്ച് പിടിപ്പിക്കുക. നല്ല ഗ്രോത്ത് ഉള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്തുവിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഫയർ എനർജി കൊടുക്കുക. ഈ ഒരു 5 കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അഭിവൃദ്ധി നേടണം, രക്ഷപ്പെടണം, എല്ലാവരും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി കഴിയണം എന്നൊരാഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന 5 പ്രധാന കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് നോക്കാം. 1, നിങ്ങളുടെ പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഒരു 3 legged ഫ്രോഗിന്റെ സ്റ്റാച്ചു വയ്ക്കാം. ഇതാണ് 3 legged ഫ്രോഗ്. ഇതിനകത്ത് 3 കാലുകളുണ്ട്. ഒത്തിരി സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നതാണ്. ചുണ്ടിലൊരു കോയിനും വെച്ചോളൂ. പ്രധാന ഡോറിലോട്ട് നോക്കിയോ, പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കിയോ ഈ ട്രാവലിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു വെക്കാം. ഇതിന്റെ പാദങ്ങൾ ഒരു അല്പം ടിൽറ്റ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ, മെയിൻ ഡോറിലേക്ക് നീങ്ങാതെ. ആ രീതിക്ക് ഇതിന്റെ ഇത് വെക്കാം. പ്രധാന ഡോറിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാൻ കിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാൻ. കയ്യിൽ ഇതുപോലൊരു വാളും ഉണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളോ രൂപങ്ങളോ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ടൂളുകൾക്ക് കഴിയുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.